എല്ലാവർക്കും നമസ്കാരം. തേങ്ങ ചുട്ട് അരച്ച് ചമ്മന്തി ഇന്ന് കൊച്ചുമരുമോൻ ഉണ്ടാക്കി കൊടുക്കുക. കൊച്ചുമരുമോൻ ഞാനാണ് കേട്ടോ. ആരെന്താ പറയാനുള്ള വലിയമ്മച്ചി ഇങ്ങനെ വെക്കാറുണ്ടോ? അപ്പൊ ഇന്ന് ഞങ്ങള് നമ്മുടെ പൊന്നൂസിന്റെ താരയൊക്കെ പഠിച്ചു സ്കൂളിൽ പരിപാടി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വലിയമ്മച്ചിയോട് പറയണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് ചമ്മന്തി അരച്ച് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ഞങ്ങൾ സ്കൂൾ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ മണി എത്രയായി? ഇപ്പൊ 10 മണി കഴിഞ്ഞ്. 10 മണി കഴിഞ്ഞിട്ടാണ്ട് ഈ അംഗം എന്താണ് ഇപ്പൊ എടുത്തേക്കണ കാണിച്ചു കൊടുത്തേ. ഇതെന്താ വെച്ചാണ്? കരിവേപ്പില. ഇപ്പൊ കൈ ഇരിക്കണ എന്താ? മുളക് ഇട്ട് അരക്കാല്ലേ? ചുട്ടതാ മുളക് ചുട്ട അരക്കാല്ലേ? ഈ അരകല്ലും അമ്മിക്കല്ലും എത്ര വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ? ഇത് 50 വർഷമായി. ഉപ്പിട്ട് പിന്നെന്താ ഇത്? പുളി ഇട്ട് കാണിച്ചു കൊടുത്ത പുളി. ഇതാണ് പുളി. എന്ത് പുളിയാ? പിരിഞ്ഞ പുളി. പീഞ്ഞ പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി. അരക്കാം നമുക്ക്. അരക്കാം. എന്തെങ്കിലൊക്കെ സംസാരിക്കേ. അരക്കട്ടെ എല്ലിയമ്മിച്ച് അരക്കട്ടെ. തേങ്ങ ഇടാത്ത എനിക്ക് തേങ്ങ ഇട്ടതാ ഇഷ്ടം. ഓ അരക്കുമ്പോ നല്ല മണം വരണ്ട. നിനക്ക് മണം വരണ്ട? ആ ചുട്ടരച്ച ഇത് മുളകിന്റെ മണം. ഇത് മിക്സിയിൽ അടിക്കാൻ പറ്റൂട്ടോ. മിക്സിയിൽ അടിച്ചാൽ ഞാൻ കല്ലിൽ അരക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സൗണ്ട് കേട്ടോ അരക്കണതിൻ്റെ. ഇത് ഫുള്ള് അരക്കട്ടെ. അരച്ചിട്ട് അടുത്ത സാധനം ഇടുമ്പോൾ കാണിച്ചു തരാം. അയ്യോ പൊന്നൂസേ, അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ പൊന്നൂസിൻ്റെ. കൈ തന്നെ സൂപ്പർ ഡാൻസ് ആയിരുന്നു. അത് പറഞ്ഞു ഗൈസ്, സൂപ്പർ ഡാൻസ് കളിച്ച കൊച്ചാണിത്. വലിയമ്മ ചരിച്ച് വെച്ചാൽ നോക്കിയതുണ്ട്. ഈ ഒരു ഭാഗത്തിന് കിട്ടും. അടുത്ത നമുക്ക് ഉള്ളി ഇടാം അല്ലേ? ഉള്ളി ഇത് എന്ത് ചെയ്ത് വെച്ചാൽ ചുട്ട് വെച്ചാൽ ഉള്ളി ഒരാളിവിടെ അരക്കാന്നൊക്കെ പറയുന്നുണ്ട്. താരനെ കൂടെ അരപ്പിക്കാം. അവിടെ ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്. ഇഞ്ചി മാത്രമുള്ള ഇത്? ഇഞ്ചി ഇല്ലല്ലോ. ആ ചെറിയ ഉള്ളി ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇത് താരമോള് അരക്കട്ടെ. പോയതാണ് പോട്ടെ. വലിയ പോലെ അവിടെ പറഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവൾ ആദ്യമായിട്ട് അരക്കുകയാണ്. പക്ഷെ അല്ല, തീർച്ചയായിട്ടും അല്ല ആന്റി, അല്ല ഞാൻ അരക്കാറുണ്ട്. അതെ. ചതയുന്നുണ്ടോ? ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചാടി പോണത് പോട്ടാ. മനസ്സിലായി. നന്നായിട്ട് അരക്കറിയാന്ന്. ചതക്കണോ ആദ്യം അല്ലേ? ചതക്കാനും അറിയാം, അരക്കാനും അറിയാം. വലിയമ്മച്ചി ശരിയാണോ? വാവ്. ഇതും കൂടി അരച്ച് ചേർക്കും അല്ലേ? ആ അത് കൊള്ളാല. അരക്ക്. ഇതുവരെ അരച്ചിട്ടില്ലല്ലോ. ആ താരമോള് അരക്കുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് വലിയ? ആ കല്ലിൽ അരക്കാറുണ്ട്. ഇനി തേങ്ങയൊക്കെ ഇടാനുണ്ടേ. തേങ്ങ ചുട്ട് വെച്ചെങ്ങനെയാണേ? ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞുമോന്തി അത്താണി കാത്തി. ബാക്കിയെല്ലാം നിങ്ങൾ പാടി തന്നെ ഉണ്ടോ? ഇത് കാലത്തെ അല്ല കേട്ടോ കഞ്ഞി മോന്താ. നമ്മള് രാത്രിയാണ്. ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ കൂടെ തേങ്ങ അരക്കണ്ട. തേങ്ങ അരക്കാതെ ചോറിന്റെ കൂടെ ഇത് മാത്രമായിട്ടാ എനിക്ക് തേങ്ങ അരക്കണ ഇഷ്ടം. എനിക്ക് ഇഷ്ടാ. കഴിച്ചിട്ടുണ്ടാവില്ലേ? വലിയമ്മച്ചേനെ അരക്കണല്ലേ നല്ലത്. ഇത്ര അരച്ചില്ല ഞാൻ. വലിയമ്മച്ചി കൊടുക്കാം. അപ്പൊ ഞാൻ അരക്കണം കാണാമായിരുന്നു ചേട്ടന്. കണ്ടില്ലേ? അരക്കറിയാം. സമ്മതിച്ചു. ഞാൻ വെച്ചേ ഇത് കണ്ടാ തേങ്ങ ചുട്ടതാണ് ഇത് അല്ലേ? ചുട്ടിട്ട് ചിരണ്ടി എടുത്തേക്കണേ. അപ്പൊ ഇതിട്ടല്ല നമുക്ക് ഇനി
എല്ലാം ഇട്ടോ? എല്ലാം ഇട്ട് ഇട്ടപ്പോൾ കഴിഞ്ഞാൽ അറിയത്തില്ല ചേട്ടാ. ഞാൻ നരച്ചോട്ടെ? ആ. എല്ലാം വെച്ച് മാറിയേ. ഉം. ഞാൻ അരച്ചു നടന്നോട്ടെ. അമ്മയ്ക്ക് സഹായിക്കുന്നില്ലേ അന്നേരം ഇവിടെയും വന്ന് സഹായിക്കും. ഇപ്പൊ കാണുമ്പോ നമുക്ക് നോക്കാം. ഓ പ്രൊഫഷൻ. വേണ്ട, ആദ്യം പഴയതെല്ലാം വൃത്തിയാക്കണം. വേണ്ട, അതന്നെ അങ്ങോട്ട് മാറ്റി വെച്ച്. ഇതേ അയ്യോടാ. ചുമ്മാ കളിക്കാതെ നന്നായിട്ട് ഇറക്കിയേക്കാം. എന്തെങ്ങനല്ലേ? അങ്ങനെയല്ല, പിന്നെ അരക്കാനൊക്കെ അറിയാം. ചുമ്മാ നമ്പർ അടിക്കാതെ. അരക്കാനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ നിവർത്തിട്ടിങ്ങനെ. ആ ഇനി അരക്കും. ചിരിക്കാൻ എത്ര എല്ലാം നല്ല പരിചയം തോന്നല്ലേ കണ്ട്. അരക്കട്ടെ. ചേട്ടന്റെ ആരാധകര് പ്രേക്ഷകര് ഓടിക്കൂട്ടോ. എന്നാ ഓടിക്കണ്ട, ഇനി വലിയ അരച്ച് കരിഞ്ഞ് ഇത് നോക്കിയേ. ഞാൻ അരച്ചത് നല്ലായിട്ടുണ്ട്. കഴിച്ചോ? അങ്ങനെ അങ്ങ് അരച്ച് അരച്ചോ? ലമിച്ച തന്നെ ഇറക്കണല്ല കേട്ടാ. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നീങ്ങുന്നേ ശരിക്കും അറിഞ്ഞാലായിരുന്നു. ഇത് അരക്കറിയാൻ പറ്റില്ല. ഇത് അരച്ചിട്ട് ഇനി കാണിച്ചു തരാം അല്ലേ? അരച്ചിട്ട് അടിച്ചുതരാം. കാണിച്ചു തരാം. ഇപ്പോഴും അരച്ച് ഇതുപോലെയൊക്കെ ചമ്മന്തി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എറണാകുളത്തൊന്നും ഇല്ല അങ്ങനെ, കൊച്ചിയിലൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇല്ല ഇല്ല, കല്ലിൽ നിന്ന് ഫുള്ള് എടുക്കണ്ട, കുറച്ച് വെച്ചു. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തിനാ പഠിക്കാൻ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമ്മച്ചി ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് തന്നേക്കണത് കാര്യമുണ്ട്. നല്ല റൗണ്ടാക്കാം. നല്ല റൗണ്ടാക്കുക, നല്ല ഉണ്ടയാക്കി. നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന ബോൾ പോലെ കേട്ടോ. മതിയോ? ഉണ്ടയായിട്ട് ഉണ്ടയായിട്ട്. അല്ല ഇത് മതിയോ? ചമ്മന്തി കുറച്ച് കല്ലേക്ക് കിടന്നു കേട്ടോ, ഒരാവശ്യമുണ്ട്. ഉണ്ട കാണിച്ചു കൊടുത്താൽ, കൈ പിടിച്ച് കാണിച്ചു കൊടുത്താൽ ഉണ്ട. അതാണ് ഉണ്ട. ചമ്മന്തി ഉണ്ട. ഉണ്ട അതിലേക്ക് ഇട്ടേ. വെള്ളം വന്നിടും. അല്ല ഇട്ടോ, പാത്രത്തിൽ ഇട്ടോ. കിട്ടോ. ഇനിയാണ് കഴിയല്ല കഴിയല്ല കഴിയല്ല. ഒരു കാര്യം, ഒരു മിനിറ്റ്. കല്ല് പൊക്കി വെച്ചേ, കല്ല് പൊക്കി വെച്ചേ. വേണ്ട, ചോറാണ് കേട്ടോ. തോര എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ എപ്പോഴും പറയണ്ട, എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ അരക്കാൻ നേരത്തെ ചൂട് ചോറെടുത്തിട്ട് ചമ്മന്തി അരച്ച കല്ലിലേക്ക് ഇടും. ആരും ഇത് പിടിച്ചേ. വേണ്ട, കല്ലിങ്ങനെ പെരട്ടും. ഞങ്ങളും തന്നിട്ടുണ്ട് ഇങ്ങനെ. എന്നിട്ടുണ്ടാ ഇത് വേണ്ട, ഈ അറ്റത്തൊക്കെ കണ്ട ഈ ചമ്മന്തി ഇത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ഇടും. വേണ്ട, ഇവിടെ അണ്ട് ഇത് ഉണ്ടോ കിട്ടും. ഇതണ്ട, ഇതിങ്ങനെ 5-6 ഉണ്ട ഇങ്ങനെ വെക്കും. ഓരോ മക്കൾക്ക് കൊടുക്കും. ഇങ്ങനെ ഓരോ മക്കൾക്ക് കൊടുത്ത് ഞാൻ ഭയങ്കര ടേസ്റ്റാക്കി. ഇത് കണ്ടോ? വലിയമ്മച്ചി കണ്ടോ? പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. ഇതണ്ട, നല്ല ടേസ്റ്റാക്കി ഇത് കഴിക്കാൻ. നമ്മൾ 3 പേരല്ലേ ഉള്ളു. തര കഴിക്കൂല്ലേ ഇങ്ങനെ? ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കണം ഒന്ന്. ചെറിയ ഉണ്ട, ചെറിയ ഉണ്ട കഴിച്ചു നോക്ക്. ചെറിയ ഉണ്ട ഒക്കെ കൊടുക്കണം. ചെറിയ ഉണ്ട എനിക്ക് ചെറുത് മതി. താഴെ ചെറുത് കഴിച്ചു നോക്ക്. കഴിച്ചിട്ട് പറ. ഞാൻ കഴിച്ചു കാണിച്ചു തരാം. കൈവറിന് ഒഴുകുന്നു. വലിയമ്മച്ചിക്ക് ചെറിയ ഇത്തിരി കഴിച്ചു നോക്ക്. അവിടെ ഓക്കെ സൂപ്പറാ. അങ്ങനെയുണ്ട്. സൂപ്പറാ. ഇതെല്ലാം ഞാൻ കഴിക്കൂട്ടാ. കഴിച്ചോ? കഴിക്കും. കുറച്ച് ചമ്മന്തി കൂടി. കുറച്ച് ചമ്മന്തി കൂടി വേണം. എനിക്കിത് മതി. മതി. ഇത് മതി എനിക്ക്. വേണ്ട, ഉണക്കമീൻ എടുത്തില്ലേ? ഉണക്കുന്ന ആ തട്ടത്തിൽ വറുത്ത അടുപ്പിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ചോറ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മൾ കാണിക്കും. അപ്പം ഇനി നമുക്ക് കല്ലൊക്കെ വൃത്തിയാക്കി കഴിക്കൂട്ടാ. അപ്പം നമ്മുടെ വലിയമ്മച്ചേ കഴിക്കണം. ഈ ചമ്മന്തി ഉണക്കമീൻ എവിടെയാണ് ചുട്ടത്? അവിടെ ഇരിപ്പുണ്ട്. അല്ല, വറുത്തേ എടുത്തത്. എടുത്തോണ്ട് വാച്ചേ, എടുത്തോണ്ട് വറുത്താണ്ട തട്ടത്തിൽ അടുപ്പിൽ ചോറ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോഴേക്കാം. ചോറ് കഴിക്കുമ്പോൾ അപ്പം നമുക്ക് ഉണക്കമീനും കൂടി കൊണ്ടുപോയി അവിടെ വെച്ച് തിന്നെ. ചോറും കൂടി കഴിക്കണം കാണിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ചോറും കൂടി കഴിക്കണം കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്താൽ പോരെ? മതി മതി മതി. അരി പറഞ്ഞ അരിയുണ്ട്, പിന്നെ കൂർക്കയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, സേമിയ 2 കവറുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്,
കായപ്പൊടിയുണ്ട്. എന്തിന്? മാങ്ങയുടെ അല്ല, ഞങ്ങളെ നാളെ വീട്ടിൽ പോണേണ്. അപ്പോൾ വല്യമ്മച്ചി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചാക്കിൽ കുറേ സാധനങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. ആ സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ. അതെന്തിനു വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാ? കൊണ്ടുപോയിട്ട് ആ തോട്ടിലോട്ട് കളഞ്ഞാൽ തോട്ടിക്കളല്ലാതെ അത് അമ്മച്ചിനെ കൊണ്ട് എന്താ ഇടിപ്പിക്കേണ്ടത്? മാങ്ങ അച്ചാറ്. പിന്നെ സേമിയം എന്തിനാ? സേമിയം അത് അമ്മച്ചിയും മോനും മരുമോളും ചേട്ടനും കൂടെ കുടിക്കാൻ, പായസം വെച്ച് കുടിക്കാനാ. സേമ്യത്തിൻ്റെ ഇതൊക്കെ ഉണ്ടട്ടാ. അപ്പോൾ ഞാൻ വല്യമ്മച്ചി വന്ന കവറെ പൊട്ടിച്ച് കാണിച്ചു തരാട്ടെ. ഇവിടെ ഇപ്പോഴല്ല, അടുത്ത വീഡിയോയിൽ. ചാക്കിലാണ് കെട്ടി വെച്ചാണ്. കെട്ടിയില്ല, ഞാൻ ഒന്നും പറക്കി വെച്ചില്ല. എവിടെ നിന്ന് മേടിച്ചു ഇതൊക്കെ? അതൊക്കെ വാങ്ങി എൻ്റെ നാടല്ലേ. ഒരുപാട് പൈസ ഇല്ല ഇതിനൊക്കെ. അല്ല, എന്നാലും അത് അന്നേച്ച് പോകുമല്ലയോ, ഒരാഴ്ച ഇവിടെ നിന്നല്ലേ. ഞങ്ങളങ്ങോട്ട് വരാൻ ഒക്കത്തില്ലല്ലോ എപ്പോഴും. ഇത്ര പൈസ മുടക്കി മേടിക്കണം. അതിനെന്തോ വാങ്ങിക്കുന്നത്. ഞാൻ കയ്യെ കഴിയാണ്ട്, ഇനി കൈ കഴിയുന്ന പറയരുത്. രണ്ടുപേർക്ക് ആ അത് ജിബിനാണ്ടാ കേട്ടോ. വല്യമ്മച്ചിയുടെ അടുത്തിരുന്നോ? വേണ്ട, ഞാൻ പോയി എല്ലാം വെക്കട്ടെ. ഇത് അതിൻ്റെ പേട്ടാ ഇങ്ങനെ നീങ്ങുന്ന. ചോറ് കൊടുക്കട്ടെ, ചോറ് കൊടുക്കട്ടെ. അവർ വന്ന് അവർ പറയും ഞാൻ ഇങ്ങോട്ടേക്ക് പോകും. മതി മതി, കുറച്ച് മതി, കുറച്ച് മതി, മതി മതി മതി. അപ്പോൾ ഇത് ചാര കഴിക്കൊന്നുമില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഇത് വല്യമ്മച്ചി സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ഉണക്കമീൻ. എന്ത് ഉണക്കമീനാ ഇത്? കുറിച്ചി. ഞാൻ ഇത് മാത്രമായിട്ട് കഴിച്ചോട്ടേട്ടാ. കാര പറഞ്ഞിട്ടാണ് ഞാൻ അത് വെച്ചേ. എന്താ എന്താ ചെയ്തത്? തല വെച്ച് അടിപൊളി. പുതിയ ആളോ പരിചയപ്പെടുത്ത്. ഒച്ചത്തിൽ പറ, മൈക്ക് പറയാ. സാമിന്റെ അമ്മ എന്റെ ചേച്ചിയാണ്. പിന്നെ മോൻ ചേച്ചി എന്നെ പരിചയപ്പെടുത്തു. എന്താണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ താരയുടെ ചേച്ചിയാണ്. മമ്മിയുടെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് താര. അടിപൊളി. ഇപ്പൊ ഞാൻ കഴിക്കാൻ ചെയ്ത. ഇപ്പൊ നമ്മുടെ ഈ കറി മതി. പിന്നെന്താ? വല്യമ്മച്ചി ഉണ്ടാക്കിയ നമ്മുടെ ചമ്മന്തി. ഇത് വല്യമ്മച്ചി ഉണ്ടാക്കിയാണോ? ഇത് വല്യമ്മച്ചി ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ ഉണക്കമീൻ. കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഇച്ചിരി കായപ്പൊടി കൂടിപ്പോയി. ചെടിക്ക് അടിപൊളി. മാങ്ങയ്ക്ക് ഏയ് നല്ല ടേസ്റ്റ്. ചമ്മന്തി മാത്രം ചോദിക്കുമോ? ഈ ചമ്മന്തിന് എന്താ പറയണ? ചുട്ടരച്ച ചമ്മന്തി. തേങ്ങ ചുട്ട്, മുളക് ചുട്ട്, ഇഞ്ചി ഉള്ളി ചുട്ട്, ഉപ്പിട്ട്, പുളിയിട്ട്, കരിവേപ്പില ഇട്ട്, ഇഞ്ചി ഇട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി ചോറ് പൊതി കെട്ടിക്കൊണ്ടു നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ. നല്ല അടിപൊളിയാ. കൊതിയുണ്ടോ? വെള്ളം ഇറക്കാനുള്ള കൊതിച്ചിട്ട്. വല്യമ്മച്ചി പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമുക്ക്. അത് തന്നെ.